മൂത്ത മകൻ്റെ മകളാണ്. അത് അവിടെ ഇത് ഇങ്ങോട്ട് തിരിച്ചു അവരെ ബേസ് ചെയ്താണ്. യേശുവേ ഉമ്മവച്ചുണർത്തിയ യേശുനാഥൻ പിറന്നു. ലാ 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 ആഹാ 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 താലപ്പൊലിയേക തമ്പുരുമീട്ടുവാ കഴിക്കാൻ പറ്റില്ല. ചെറുതാക്കി കട്ട് ചെയ്യും. നമുക്ക് വൈനിന്റെ കൂടെ കൊടുക്കാം. ചെറിയ കഷ്ണമൊക്കെ വൈനിന്റെ കൂടെ കൊടുക്കാം. യേശുനാഥൻ പിറന്നു. ലാ 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 ആഹാ ആഹാ
ജീവിതത്തിലോട്ട് നിങ്ങളെ വീണ്ടും അടുത്ത വർഷമൊക്കെ എത്തിച്ചേരുമ്പോൾ എനിക്ക് തോന്നുന്നു ആ സ്കൂൾ തന്നെ ഓർമ്മകളായിരിക്കും കൂടുതൽ. അപ്പോൾ നിങ്ങൾ ചെറുപ്പത്തിലേക്ക് കുറച്ചും കൂടെ ചെറുപ്പത്തിലേക്ക് എത്തപ്പെടും. പിന്നെ നമ്മുടെ വീണ്ടും ഞാൻ ഈ ഏപ്രില് സ്കൂൾ പണിയിറങ്ങുകയാണ്, റിട്ടയർ ആവുകയാണ്. എന്തായാലും നമ്മുടെ സ്കൂളിൻ്റെ പേരിൽ തന്നെ ഉള്ള ഒരു യൂണിയൻ എന്ന് കേൾക്കുമ്പോൾ മനുഷ്യന് വല്ലാത്തൊരു കുളിർമയാണ്. ഇങ്ങനെ ഉള്ള വേറെ ചില റീയൂണിയനിലൊക്കെ ഇങ്ങനെ വിളിക്കാറുണ്ട്. ഓരോരുത്തരും ഓരോ ഏജ് ഗ്രൂപ്പാണ്. ഇതെന്തായാലും കുറച്ചും കൂടി സീനിയേഴ്സ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എനിക്ക് തോന്നി ഇത്തവണ ലോഗോ എന്ന് വന്നിട്ടുണ്ട്. എല്ലാം ശ്രീമാർജേട്ടൻ്റെ കരവിരുതായിരിക്കും. അടുത്ത വർഷവും ഈ വരും വർഷങ്ങളിലൊക്കെ ഓരോ വർഷം കഴിയുന്നതോറും മികച്ച രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ എല്ലാം അടുക്കും ചിട്ടയും ഒക്കെ അടുത്ത വർഷമൊക്കെ നന്നായിട്ട് തന്നെ എല്ലാവർക്കും വന്ന് ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം വന്ന് ഇരുന്ന് ഒത്തൊരുമിച്ചിരുന്ന് സന്തോഷിക്കാനുള്ള അവസരം ദൈവം ഒരുക്കട്ടെ. എന്നെ വിളിച്ചതിനും ഒത്തിരിയേറെ നന്ദി. താങ്ക് യു. എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. പറുദീസായായി അമ്മ ദൈവത്തിനു പാർക്കാൻ, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാൻ. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. മിഴികൾ നിറയുമ്പോൾ അമ്മ മഴവില്ലായി തെളിയും, മൊഴികൾ ഇടറുമ്പോൾ എന്നോട് സ്വരമായി തീർന്നിടും. മിഴികൾ നിറയുമ്പോൾ അമ്മ മഴവില്ലായി തെളിയും, മൊഴികൾ ഇടറുമ്പോൾ എന്നോട് സ്വരമായി തീർന്നിടും. ദുഃഖമകറ്റിടുവാനമ്മേ പ്രാർത്ഥിച്ചിടണമേ, പാപമകന്നിടുവാനമ്മേ യാചിച്ചിടണമേ. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ സ്വന്തം അമ്മ നീയേ. പൗളി
മൗലി ടീച്ചറിനെയൊക്കെ ഓർമ്മ ഉണ്ടായിരിക്കുമല്ലോ. ഉണ്ട്, ഇപ്പൊ ഇവിടെ കാണിച്ചായിരുന്നു. ഞാൻ അഞ്ചാം ക്ലാസ് അല്ല 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ എല്ലാം കൊണ്ട് ഒരുപാട് പാട്ട് പഠിപ്പിച്ച ഒരു ടീച്ചറാണ്. അപ്പോൾ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം മൗലി ടീച്ചറിന്റെ ഓർമ്മയ്ക്കായിട്ട് പാടാമെന്ന് വിചാരിക്കുന്ന പാടില്ല. വിചാരിച്ചിട്ടാ പാടും. ഉത്തരായന കിളി പാടി ഉന്മാലിനിയെ പോലെ പൊന്നും വളയിട്ട് പെണ്ണിലാവി നിന്നെ ഒന്നു ചുംബിച്ചു ഉത്തരായന കിളി പാടി കുറുനിരകൾ പാടിയൊതുക്കി കുരുകൾ നിറുകയിൽ ചുറ്റി തരയിൽ ജഗന്നാഥൻ പുടവ് ചുറ്റി കുറുനിരകൾ പാടിയൊതുക്കി കുരുകൾ നിറുകയിൽ ചുറ്റി അരയിൽ ജഗന്നാഥൻ കുടവ ചുറ്റി മുത്തോല കുടചൂടി മൂവന്തി കുട നീന്തി മൺവിളക്കുമേന്തി വരും വെണ്ണിലാവേ എൻ വികാരം നിന്നിൽ വന്നു നിറയുകില്ലേ ഒരു നാൾ നിറയുകില്ലേ ഉത്തരായന കിളി പാടി ഉന്മാദിനിയെ പോലെ പൊന്നും വളയിട്ട് വെണ്ണിലവേ നിന്നെ ഒന്ന് ചുംബിച്ചോട്ടെ ഉത്തരായന കിളി പാടി മലർമിഴിയാൽ കവിതയുണർത്തി മധുരസ്മിതം ചുണ്ടിൽ വിടർത്തി മാറിൽ കസവുള്ള കച്ചകെട്ടി കർപ്പൂര തളികയുമായി കസ്തൂരി തിലകവുമായി നൃത്തമാടിയാടി വരും പെൺകിടാവേ നിന്റെ ദാഹം എന്നിലേക്ക് പകരുകില്ലേ ഒരു നാൾ പകരുകില്ലേ ഉത്തരായന കിളി പാടി ഉന്മാലിനിയെ പോലെ പൊന്നും വളയിട്ട് പെണ്ണിലാവേ നിന്നെ ഒന്ന് ചുംബിച്ചോട്ടെ ഉത്തരായന കിളി പാടി. ഒന്നിലധികം കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ വലിയ പാടാണ്. ആ സാഹചര്യത്തിൽ പോലും അവർ 15 കുടുംബങ്ങളും ഒന്നിച്ച് ജീവിക്കുകയാണ്. പക്ഷേ അതിലൊരു ഡോക്ടർ പറഞ്ഞൊരു അഭിപ്രായമാണ്, നമ്മുടെ ഭൂമിയിലെ സന്തോഷമാണ് നമ്മുടെ സ്വർഗം, അതിനപ്പുറത്ത് മറ്റൊന്നുമില്ല. സ്വർഗവും ഇല്ല, നരകവും ഇല്ല, ഒന്നുമില്ല. ഇതൊക്കെ നമ്മൾ വെറുതെ നമ്മുടെ ആൾക്കാരെയൊക്കെ മതത്തിൻ്റെയും മറ്റും ഇതൊക്കെ ഇതിൻ്റെ പേരിലൊക്കെ നമ്മളെയൊക്കെ ഒരുമാതിരി അടിച്ചമർത്താൻ വേണ്ടിയൊക്കെ പറഞ്ഞ് പരത്തിയിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ സ്വർഗം എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെയാണ്. ഇപ്പം നമ്മുടെ കൂട്ടുകാരൻ സ്കന്ദകുമാർ പറഞ്ഞെന്നറിയോ, അടുത്ത പ്രാവശ്യമെങ്കിലും ഞാൻ നിങ്ങളുടെ കൂടെ അടിച്ചു പൊളിക്കാം. അതുപോലെ ലില്ലിവേരി വീഡിയോയിൽ വന്നു. അപ്പോൾ അവരുടെയൊക്കെ സന്തോഷം നമ്മുടെ കൂടെ ഒന്നിച്ചു കൂടുന്ന ഒരു ആഗ്രഹം അവർക്കുണ്ടായിരുന്നു. പക്ഷേ ചില സാഹചര്യങ്ങൾ അവരെ അകറ്റി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് വെച്ചൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പം തന്നെ നമ്മുടെ ഗ്രൂപ്പിനെന്ന് പറയുന്നത് നമ്മുടെ മക്കളും ചെറുമക്കളുണ്ടെങ്കിൽ ചെറുമക്കളെയൊക്കെ കൊണ്ടുവന്ന് ഇപ്പം തന്നെ അത് നമ്മുടെ അദ്ദേഹത്തിൻ്റെ കൊച്ചു മക്കൾ വന്ന് ഡാൻസൊക്കെ ആടി, അവർ പാടി. അപ്പോൾ അതിലൊക്കെ നമുക്ക് സന്തോഷമുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഗ്രൂപ്പിനെ ഒരു വലുതാക്കാം. എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ 2 വർഷമല്ലേ ആയുള്ളത്.
നമ്മുടെ പിന്നെ സീനിയേഴ്സ് ഉണ്ട്, അതിൽ നമ്മുടെ വിജയണ്ണനൊക്കെ ഉണ്ട്. അവരെന്നൊക്കെ പറയുന്നത് അടിച്ചു പൊളിക്കാൻ മിടുക്കന്മാരാണ്. അവരെ ഗൾഫിൽ അവിടെ നിന്നൊക്കെ വന്നിട്ടൊക്കെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇപ്പൊ തൊട്ട് പോയ പ്രാവശ്യം വളരെ സന്തോഷമൊക്കെ ആവശ്യം. അതുപോലെ നമുക്കൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാലും നമ്മുടെയൊക്കെ ഈ ഒത്തൊരുമ എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം നല്ലതാണെന്നാണ് തോന്നുന്നത്. ഒരിക്കലും ഇതിൽ നിന്ന് നമ്മളാരും മാറി നിൽക്കരുത്. മാക്സിമം വരാൻ പറ്റുന്നവരൊക്കെ ആത്മാർത്ഥത്തോടെ വരിക. വന്നു കഴിഞ്ഞാൽ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 365 ദിവസം എന്നുള്ളത് 36 ദിവസമായിട്ട് മാറി കിട്ടുന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മൾ ഈ 360 ദിവസം ഓടിയെന്ന് നമുക്ക് തോന്നുന്നില്ല, 360 ദിവസം പോയെന്ന് നമുക്ക് തോന്നുന്നില്ല. നമുക്ക് തോന്നാൻ ഒരു മാസത്തിന് മുമ്പ് നമ്മളെന്തോ കണ്ടുപിടുന്ന് പിരിഞ്ഞു പോയതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ അത് നമ്മുടെ മനസ്സിനൊക്കെ ഭയങ്കര സന്തോഷം വരും. ഇപ്പൊ തന്നെ നമ്മളെല്ലാം ഒരുവിധമുള്ള നമുക്ക് എല്ലാവർക്കും ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആ ചെറിയ ചെറിയ അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ഒത്തുകൂടലിലൂടെ നമ്മുടെ അസുഖങ്ങളൊക്കെ നമുക്ക് മാറി കിട്ടും. ഡോക്ടേഴ്സിന് കൊടുക്കുന്ന ആ പൈസ മതി നമ്മൾ ഇതുപോലെയൊക്കെ ഒന്നിച്ചുകൂടി ആഹ്ലാദിച്ച് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാപ്പി ആയിട്ടൊക്കെ മുന്നോട്ട് പോകാൻ പറ്റും. എനിക്ക് ഒരു ആഗ്രഹം കൂടെ ഉണ്ട്, പറ്റുമെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം നമ്മളെല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമെങ്കിൽ ഒരു ചെറിയൊരു യാത്ര, നമ്മൾ ദൂരെയൊന്നും പോണ്ട, ഒരു ചെറിയൊരു യാത്ര നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യാം. അത് പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ വന്നോട്ടെ, കുഴപ്പമില്ല. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം മാത്രത്തിൽ നമ്മളുള്ള ഒതുങ്ങി നമ്മളും നമ്മുടെ ഭാര്യമാരും ഒക്കെ കൊണ്ട് ഭാര്യമാരല്ല ഒന്നിലധികം ഭാര്യമാരെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടല്ലോ പറയുന്നത്. എന്നാലും നമ്മുടെ എല്ലാവരുടെയും ഭാര്യമാരെന്ന് ഉദ്ദേശിച്ചത്. അപ്പൊ അവരെയൊക്കെ കൊണ്ടിട്ട് നമുക്കൊരു ഹാപ്പി ആയിട്ട് ഒരു എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിനൊരു അവസരം കൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് നമ്മുടെയൊക്കെ ഒരു ജീവിതത്തിന്റെ ഒരു വലിയ ഭാഗങ്ങളായിട്ട് മാറും, സന്തോഷത്തിന്റെ ഭാഗങ്ങളായിട്ട് മാറും. അപ്പൊ അതിനൊരു അവസരം കൂടെ കണ്ടെത്തണം. പിന്നെ ഇതില് ചിലരെയൊക്കെ നമ്മൾ സ്ഥിരം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണുന്നുണ്ട്, ചിലരെയൊക്കെ ഇതുപോലുള്ള അവസരങ്ങളൊക്കെ കാണുന്നു. അപ്പൊ ഇതുപോലുള്ള അവസരങ്ങൾ കാണാൻ കിട്ടുന്ന നമ്മളൊരു വലിയ ഭാഗ്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റും, അല്ലേ? എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റും, സന്തോഷമായിട്ടിരിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു സന്തോഷത്തിന്റെയൊക്കെ ഒരു നല്ലൊരു അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിനുവേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുക. എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇപ്പൊ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശ്രീകുമാരും ഭാര്യയും ജെറാൾഡ് മരിയാസിനെ സംബന്ധിച്ചുള്ള എല്ലാ ദിവസവും മെസ്സേജ് എന്തായാലും കാണും. പിന്നെ ആ മെസ്സേജൊക്കെ കാണുമ്പോൾ നമുക്കറിയാം എല്ലാവരും സന്തോഷമായിട്ടൊക്കെ എവിടെയെങ്കിലൊക്കെ ഇരിപ്പുണ്ടെന്നുള്ളത്. അപ്പൊ കഴിയുന്നതും എല്ലാവരും കാര്യങ്ങൾ കൂടുതൽ ഷെയർ ചെയ്യാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ എല്ലാവരും എവിടെ ഇരുന്നാലും ശരി പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു കോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, ഒരു വോയിസ് മെസ്സേജ് എങ്കിലും ഇടാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ നമ്മളെല്ലാം പല സ്ഥലങ്ങളിലും ഉണ്ട് എന്നുള്ള ഇതെന്നുള്ള നമ്മുടെ ജീവിതത്തിൽ വളരെ സന്തോഷം നൽകുന്ന ഒരു നല്ലൊരു മുഹൂർത്തങ്ങളായിട്ട് മാറും. അതിനുവേണ്ടി നമ്മൾ വീണ്ടും വീണ്ടും ദൈവം നമുക്ക് ലാഭത്തില്ലാതെ വീണ്ടും ഇതുപോലുള്ള വർഷങ്ങൾ നമുക്ക് തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സുഖലടക്കുന്ന സ്കന്ധവുമാരോടൊപ്പം സുഖം തിരിച്ചു വരട്ടെ. അതോടൊപ്പം ഇവിടെ വന്നെത്താൻ സാധിക്കാത്തവരെല്ലാം വീണ്ടും അടുത്ത സമയത്തെങ്കിലുമൊക്കെ കൂടെ നമ്മുടെ കൂടെ എത്തിച്ചേരണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ നാമധേയത്തിൽ സന്തോഷമായിട്ട് അമ്പിളിക്കലയ്ക്കുള്ളിൽ ആമക്കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കയറി ദൂരത്തില്ലെങ്കോ പതുങ്ങിയല്ലോ. താരക്കൊളുത്തുള്ളൊരാ ചേർക്കും വെറ്റില ചെല്ലത്തിലോ. ഭൂമിയപ്പാടെ മൂടും അത്രയും വെറ്റിലയിട്ടു വയ്ക്കാം. കുഞ്ഞിളം കാവിൽ കഥ കേട്ട് മെല്ലെ മിഴിപൂട്ട് മാറി ചൂടിൽ ഉറങ്ങ് പൊന്നെ തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് നിന്നതേതുമേ താനെ അങ്ങു നീക്കുവാൻ ചാലു തീർത്തുമെത്തുമേ നീരൊഴുക്കുകൾ തൊട്ടുതലോടിക്കൊണ്ട് കാറ്റിന്റെ നൊമ്പരം മാറ്റിടുവാൻ ആകാശ നക്ഷത്രങ്ങൾ ദിക്കെല്ലാം തെറ്റാതെ കാണിത്തരുന്നു. മൂടുന്നിരുട്ടകറ്റാൻ നീ എന്നും മുന്നിൽ തെളിഞ്ഞുണരും. നീ എന്ന വിത്തെടുത്ത് മണ്ണൊരു കാടാക്കി മാറ്റിത്തരും. കുഞ്ഞിളം പാവേ കഥ കേട്ട് മെല്ലെ മിഴിപൂട്ട് മാറി ചൂടിൽ ഉറങ്ങ്
കളിയോടെ കളിയാടി വളര് അന്നാളിൽ ഒരു സ്നേഹ സന്ധിയിൽ സ്നേഹത്തിൻ ഗാനമാ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് വന്നു മനുഷ്യപുത്രൻ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് വന്നു മനുഷ്യപുത്രൻ കാർമേഘമെങ്ങോ മറഞ്ഞു പൂനിലാവൻ പരന്നു കാർമേഘമെങ്ങോ മറഞ്ഞു പൂനിലാവൻ പരന്നു ഉള്ളിലെ പൂക്കൾ പൊട്ടി വിടർന്നു രാജാവേ സ്വീകരിക്കാൻ അന്നാളിൽ ഒരു സ്നേഹസന്ധിയിൽ സ്നേഹത്തിൻ ഗാനമാ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് വന്നു മനുഷ്യപുത്രൻ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് വന്നു മനുഷ്യപുത്രൻ നിന്നാമം വാഴ്ത്തപ്പെടട്ടെ നന്മ നിറഞ്ഞതിൻ ദേഹവാത്സല്യങ്ങൾ ഞങ്ങൾ കരുതമാകട്ടെ നിത്യവിശുദ്ധയാം കന്യാമറിയമേ നിന്നാമം വാഴ്ത്തപ്പെടട്ടെ കാറ്റു വിതച്ചു കൊടുങ്കാറ്റു കൊയ്യുന്ന മേച്ചിൽ പുറങ്ങളിലൂടെ അന്തിക്കിടയനെ കാണാനിരുന്നു ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ നിത്യവിശുദ്ധയ കന്യാമറിയമേ നിന്നാമം വാഴ്ത്തപ്പെടട്ടെ നന്മ നിറഞ്ഞ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾ കരുണമാകട്ടെ ദുഃഖി
ഞങ്ങൾക്കായി വാഗ്ദാനം കിട്ടിയ സ്വർഗകവാടത്തിൻ മുന്നിൽ ഞങ്ങൾക്കായി വാഗ്ദാനം കിട്ടിയ സ്വർഗകവാടത്തിൻ മുന്നിൽ ഉൾമൂടി ചൂടി കുരിശും ചുമന്നീട മുട്ടി വിളിക്കുന്നു ഞങ്ങൾ ഇന്നും മുട്ടി വിളിക്കുന്നു ഞങ്ങൾ നിത്യവിശുദ്ധയാം കന്യാമറിയമേ നിന്നാമം വാഴ്ത്തപ്പെടട്ടെ നന്മ നിറഞ്ഞ നിൻ സ്നേഹവാസത്തിൽ ഞങ്ങൾ അനുഗ്രഹമാകട്ടെ. ഞാൻ ഒരുപാട് പ്രയാസങ്ങൾ ദുഃഖങ്ങൾ ഉള്ളപ്പോൾ നമ്മൾ ഇതെല്ലാം മറന്നു പോകണതാണ്. അല്ലാതെ നിങ്ങളെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യണമല്ല കേട്ടോ. എങ്കിലും ഇത്രയും മധുരമായ ഈ ഒരു സാഹചര്യങ്ങൾ നമുക്ക് ഒരുക്കി തന്ന ഇവർക്ക് പറഞ്ഞാൽ തീരാത്ത നന്ദിയുണ്ട്. എന്താകുമെന്നുള്ള പ്രതീക്ഷയിലൊക്കെ നമ്മൾ ചുറ്റും കൂടിയിരുന്ന ഈ ഒരവസ്ഥയിൽ നമ്മളാക്കി മാറ്റാൻ വീണ്ടും ജീവിതം ഇനി നമ്മുടെ മുന്നോട്ടുണ്ടെന്നുള്ള ഒരു പ്രത്യാശ തന്നെ ഇവർക്ക് ഞാൻ വീണ്ടും നന്ദി പറയാണ്. നമ്മളെല്ലാവരും വരുന്നത് വരാത്തവരുമായി എല്ലാവരും ഒത്തുകൂടണം. വീണ്ടും നമ്മുടെ മരണം വരെ, നമ്മൾ ഈ ഭൂമി വിട്ട് പോകും വരെ നമുക്ക് ശേഷിക്കുന്നവരെല്ലാവരും, നമ്മൾ ഓരോരുത്തരും ശേഷിക്കുന്നവരെല്ലാവരും വീണ്ടും വന്ന് ഒത്തുചേർന്ന് പുതിയ അനുഭവങ്ങളിലോട്ട് പോകണമെന്നും എനിക്കും ആഗ്രഹമുണ്ട്. അത് ആയിരിക്കണമെന്നാണ്. കാരണം അൽഫോൻസ് ഇപ്പോൾ മൊത്തപ്പടിയെല്ലാം പറഞ്ഞു കഴിയും. ആർക്കും വിട്ടുകൊടുക്കില്ല, ആർക്കും പരസ്പരം പറയാനൊരു അവസരം കൊടുക്കില്ല. അതവൻ്റെ ഒരു ഇതാണ്. പക്ഷേ എങ്കിലും ഞാൻ പറയുകയാണ്, നമ്മളെല്ലാവരും വീണ്ടും വരണം, വരാത്തവരെ ഒത്തുചേർക്കണം. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പരസ്പരം ഒരു പങ്ക് വെച്ച് ഫോണിലൂടെയെങ്കിലും അവരവരുടെ കുടുംബത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഒരു പ്രതീക്ഷ തരാൻ എല്ലാവർക്കും പറ്റും. എന്താണ് സംഭവിച്ചത്, നമുക്ക് സാരമില്ല, നമുക്ക് വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാം, അതൊക്കെ പോകും എന്നൊക്കെ സാന്ത്വനിപ്പിക്കുന്ന ആ ഒരു സ്വരം നമ്മൾ പരസ്പരം എല്ലാവരും വയ്ക്കണം. ഇപ്പോൾ പറയുമ്പോഴത്തേക്ക് എല്ലാവരും പറയും, നിങ്ങൾ വിളിച്ചില്ലല്ലോ, ഇത് നിങ്ങൾ മാറി നിന്നല്ലോ. എന്നല്ല, ഞങ്ങൾ സ്ത്രീകളാണ്, നിങ്ങൾ പുരുഷന്മാർക്ക് ഒരുപാട് സമയങ്ങളുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കള്, കുഞ്ഞുമക്കള്, കുടുംബം ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ മറക്കുകയാണ് ഈ വിഷയം മറക്കുകയാണ്. പക്ഷെ നിങ്ങൾക്ക് സാഹചര്യങ്ങളുള്ളപ്പോൾ, സമയമുള്ളപ്പോൾ ഞങ്ങളോടുള്ള ഞങ്ങളെ വിളിക്കുക, നീ ഇപ്പം എന്ത് ചെയ്യുന്നു, സുഖമായിരിക്കുന്നോ, എന്താ വീട്ടിൽ കുടുംബവിശേഷം, ആ പറയുമ്പോഴുള്ള സാന്ത്വനം ചില്ലറയല്ല. അതുകൊണ്ട് ഞങ്ങൾ വിളിച്ചില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ആരും മൗനമായിരിക്കരുത്. നിങ്ങൾ വിളിച്ചു നോക്ക്, ഞങ്ങൾ പ്രതീക്ഷയോടെ എടുത്ത് പോകണം. അങ്ങനെ സന്തോഷത്തോടുകൂടി പരസ്പരം വിളിക്കാം, നമുക്ക് ഷെയർ ചെയ്യാം. അടുത്ത പ്രാവശ്യം വീട്ടിൽ ഇതേപോലെ ഇതിലധികം പേര് വന്നിരുന്നോട്ടെ എന്ന് പ്രത്യാശയോടുകൂടി ഞാൻ അവസാനിപ്പിക്കുന്നു. എൻ്റെ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. പാവിമനം തൂങ്കലേ
പന്തലിൽ തേന്മഴ ചൊരിയും ചക്രവർത്തി കുമാര നിന്മനുരാജ്യത്തെ രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം ചക്കര പന്തലിൽ തേന്മഴ ചൊരിയും ചക്രവർത്തി കുമാര നിന്മനുരാജ്യത്തെ രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം താകിച്ചു മോഹിച്ചു പ്രേമയെ മുനയിൽ താമരവള്ളം തുഴയാം താകിച്ചു മോഹിച്ചു നിൻ പ്രേമയെ മുനയിൽ താമരവള്ളം തുഴയാം കരളിലുറങ്ങും കതിർ കാണാ കിളി കാത്തിരിപ്പൂ നിന്നെ കാത്തിരിപ്പൂ നിന്നെ ചക്കര പന്തലിൽ തേന്മഴ ചൊരിയും ചക്രവർത്തി കുമാര വീണുടയാതെ ഇരിക്കാൻ ജീവിത വീണ തരാം ഞാൻ കയ്യിൽ കനക സ്മരണകൾ നീട്ടിയ നീതിരി കാഴ്ച വയ്ക്കാം മുന്നിൽ ഹൃദയം നിറയെ സ്വപ്നവുമായി നീ മധുരം കിള്ളി തരുമോ ഹൃദയം നിറയെ സ്വപ്നവുമായി നീ മധുരം കിള്ളി തരുമോ വിജനലതാഹൃദവാതിലിൽ വരുമോ വീണമീട്ടി തരുമോ വീണമീട്ടി തരുമോ ചക്കര പന്തലിൽ തേന്മഴ ചൊരിയും ചക്രവർത്തി കുമാര നിന്മനുരാജ്യത്തെ രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം നിന്നുടെ ചുണ്ടിൽ പുന്നശോകം നിൻകവിളിൽ കനകാംബരം നീയൊരു നിത്യവസം നിന്റെ മിഴിയിൽ നീലോൽപദം പ്രേമഗംഗയിൽ ഒഴുകി വരും കാമദേവന്റെ കവകംസമേ പ്രേമഗംഗയിൽ ഒഴുകി വരും കാമദേവന്റെ കവകംസമേ ഉള്ളിലെ പൊയ്കയിൽ താമരവലയത്തിൽ ഞാടുക കോഴി നീ നിന്നുടെ ചുണ്ടിൽ പുന്നശോകം കനകാംബരം നീയൊരു നിത്യവസം നിന്റെ മിഴിയിൽ നീലോൽപദം വാനവീതിയിൽ ഉദിച്ചു ചിരിച്ചു വരും പൂനിലാവിന്റെ സതിയാണു നീ വാനവീതിയിൽ ഉദിച്ചു ചിരിച്ചു വരും പൂനിലാവിന്റെ സതിയാണു നീ ഇന്നെന്റെ ചിന്തയാം മിഴിയാടു നീ ഇന്നി വരമിഴിയാടു
കനകാംബരം നീയൊരു നിത്യവസന്തം നീരോൾഫലം 2024 ഡിസംബർ 8-ാം തീയതി. പക്ഷേ ശ്രീകുമാർ പറഞ്ഞതുപോലെ നമ്മൾ ആദ്യം ചേർന്നപ്പോഴത്തേക്കും 10-40 ആൾക്കാരുണ്ടായിരുന്നു. ഒത്തിരിയേറെ സന്തോഷമായിരുന്നു. കാരണം ശ്രീകുമാറും ജെറാൾഡും എൻ്റെ വീട്ടിൽ വന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഒത്തിരിയേറെ സന്തോഷിച്ച്. ഇതൊരു വലിയൊരു സൗഭാഗ്യമാണ്. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ് ആ ചിരിയും കളിയും എല്ലാം ഓർത്തിരിക്കുന്ന അവസരത്തിൽ നമുക്കിത് കണ്ടുമുട്ടാം. പക്ഷേ ഞാൻ കൊല്ലത്തിൽ നിന്ന് ഈ 5 ജംഗ്ഷനിൽ വന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് എല്ലാവരെയും കാണും. പക്ഷേ ഇപ്പോഴും ഒരു 10-15-20 വർഷത്തിന് ശേഷം ആരെയും കാണാനില്ല. എല്ലാവരും പല പല സ്ഥലങ്ങളിലായിപ്പോയി. പക്ഷെ അറിയാൻ പറ്റത്തില്ല. പക്ഷെ അൽഫോൺസ് മുഖേനയാണ് എൻ്റെ ഫോൺ നമ്പർ ശ്രീകുമാറിന് കിട്ടാൻ സാധിച്ചത്. അപ്പൊ അതിന് ഒത്തിരിയേറെ നന്ദിയുണ്ട്. പക്ഷെ നമ്മൾ അന്നേരത്ത് കൂടിയ കൂട്ടത്തിലുള്ള കൂട്ടുകാരും കൂട്ടുകാരികളും ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലില്ല. പ്രത്യേകമായിട്ട് നമുക്ക് പറയേണ്ടത് ഒത്തിരിയേറെ സഹകരണവും സ്നേഹവും പങ്കുവെച്ച് നമ്മൾ കഴിഞ്ഞു പോവുകയാണ്. അതുപോലെ ഇനിയിപ്പോൾ 12-ാം തീയതി നമ്മുടെ കൂടെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന മെഡോണയ്ക്ക് 12-ാം തീയതി ഒരു ചികിത്സയുണ്ട്. ആ റിസൾട്ടിൽ അവൾ വിജയിക്കുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം അവർക്ക് ഒരു ഞരമ്പുകളൊന്നും പ്രവർത്തിക്കുന്നില്ല. ഞരമ്പ് ടെസ്റ്റ് ചെയ്യുന്നതിനാണ് ശ്രീ ചിത്രയിൽ 12-ാം തീയതി വ്യാഴാഴ്ച പോവുകയാണ്. പ്രാർത്ഥിക്കാൻ പറഞ്ഞ് നമ്മുടെ കൂട്ടായ്മയിലുള്ള എല്ലാവരും ആ 12-ാം തീയതി വ്യാഴാഴ്ച എന്നൊരു ദിവസം നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും ഈ സമൂഹത്തിലേക്ക് അവളെ കൂട്ടിക്കൊണ്ട് വരുന്ന സന്തോഷങ്ങൾ പങ്കുവെക്കുവാനും പുതിയൊരു ക്രിസ്മസിലേക്ക് പ്രവേശിക്കുവാനും നമ്മളെ ഒരുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.